ശബരിമലയിൽ ഇഡിയുടെ പരിശോധനകൾ മുഴുവൻ പ്രതികളുടെ വീട്ടിലും പ്രത്യേകിച്ച് പത്മകുമാറിന്റെ വീട്ടിലും ഒക്കെ ഇഡിയുടെ പരിശോധനകൾ നടക്കുകയാണ്. ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള കള്ളങ്ങൾ പുറത്തു വരുമെന്ന് കേൾക്കുന്നു. മാത്രമല്ല തന്ത്രി ഇനി ശബരിമലയിലേക്കില്ല, സ്ഥാനമൊക്കെ വലിച്ചൊഴിയുന്നു എന്നുള്ള വാർത്തകളും ചില ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? അതിനല്ലേ ഇപ്പോൾ പരിശോധന 6 മാസം കഴിഞ്ഞുള്ള പരിശോധന ആയതുകൊണ്ട്. അല്ല, 6 മാസം കഴിഞ്ഞുള്ള പരിശോധനയാണെങ്കിൽ പോലും അതിൻ്റെ ഇ പരിശോധിക്കുമ്പോഴും കേസ് അന്വേഷിക്കുമ്പോഴും കോടതി പറഞ്ഞിരിക്കുന്നത് ഒരാളെ സാധാരണ കേസ് എടുത്തതിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് അന്വേഷിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് അങ്ങനെയല്ല. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ പുറത്തുള്ള കുറ്റം സംശയാതീതമായി തെളിയിച്ച് അയാളെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു നിയമമുണ്ട്. അതായത് അതുകൊണ്ടായി അറസ്റ്റ് ചെയ്യുന്നവരെ വെളിയിലോട്ട് വരാത്തത്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിൽ വരാത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാളിപ്പോൾ ഞാൻ പണം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അപഹരിച്ചത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിൻ്റെ റൂട്ട് ഏതൊക്കെയാണ്, ഇത് മൊത്തവും എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പരിശോധന, അതായത് വിജിലൻസ് കോടതി ഇതിനകത്ത് കോടതി പറഞ്ഞല്ലോ പണാപഹരണം അല്ലെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് കോടതിയിൽ നിന്ന് ആക്ഷേപം വന്നപ്പോഴാണ് ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് കോടതി പ്രത്യേക താല്പര്യം എടുത്തു. അപ്പം വന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ആ ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള അന്വേഷണം വരുമല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മളീ പറയുന്നത് കടൽ കടന്നിട്ടുണ്ടെങ്കിൽ പൈസ നേരാൻ വണ്ണം ബാങ്കിൽ കൂടെ വരാൻ പറ്റത്തില്ല. ആ പൈസ കള്ളപ്പണ ഇടപാടിൽ കൂടിയായിരിക്കും വന്നിട്ടുള്ളത്. അതൊരു പക്ഷേ ഇവിടെ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ വിതരണം ചെയ്തിട്ടുള്ളത് നമ്മൾ പറയത്തില്ലേ ദുബായിലാണ് അതിൻ്റെ കച്ചവടം, അല്ലെങ്കിൽ ഒമാനിലാണ് അതിൻ്റെ കച്ചവടം, വിദേശത്താണ് അതിൻ്റെ കച്ചവടം, ആ രീതിയിലുള്ള കച്ചവടം നടക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചെറിയൊരു കച്ചവടം അല്ലല്ലോ. ചെറിയൊരു കച്ചവടം ആയിരുന്നെങ്കിൽ തുടങ്ങിയത് വാതിൽപ്പടിയിൽ, തുടങ്ങിയത് ദ്വാരപാലക ശില്പത്തിൽ. ആ അന്വേഷണം ഇങ്ങോട്ട് വന്നപ്പോൾ അന്വേഷണത്തിനകത്ത് അകത്ത് വെച്ച പ്രതികൾ പറഞ്ഞാൽ ഞങ്ങളിതൊക്കെ മോഷ്ടിച്ചതാണ്, നിങ്ങൾക്ക് തെളിവുണ്ടല്ലോ, കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇതിന് മുമ്പുള്ള മോഷണം കൂടെ അന്വേഷിക്കണ്ടേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കൊടിമരത്തിൻ്റെ കാര്യം വരുന്നു. ഇനി അത് വിപുലീകരിച്ച് വരുമ്പോൾ 18-ാം പടിയുടെ കാര്യം വരും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അവസാനം ഞാനാദ്യം പറഞ്ഞത് വന്നപോലെ നിമിണ്ടാതെ കൊല്ലം കോടതി ചെയ്തോളും, എല്ലാം കോടതി ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ ഇരുന്നതും രമേശ് ചെന്നിത്തല ഇരുന്നില്ല, KC വേണുഗോപാൽ ഇരുന്നതും കോൺഗ്രസ് നേതാക്കന്മാരിരുന്നതും ഇപ്പം അതിനകത്ത് വലിയ കാര്യത്തിലൊന്നും ഇടപെടാതെ ഇങ്ങൂടെയൊക്കെ പോകുന്ന BJP നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നതിനും കാരണം ഇത് ദീർഘകാലമായിട്ട് ഉള്ള ഒരു കച്ചവടമാണ്, ഒരു കൊള്ളയാണ്. അതായത് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിക്ക് ഇതിനകത്തൊരു താല്പര്യമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കോടതി ജഡ്ജി ഏതാണ്ട് അയ്യപ്പ ഭക്തനമല്ലോ, അദ്ദേഹം ഇതിൻ്റെ പുറകെ നിൽക്കുക. അത് ആദ്യം തുടക്കത്തില്ല. ഇപ്പോൾ പറഞ്ഞേക്കുന്നത് 1998 തൊട്ടുള്ള കാര്യം അന്വേഷിക്കണം. അതായത് വിജയമല്യ 40 കിലോ സ്വർണ്ണമായിട്ട് അവിടെ ചാടിയത് മുതൽ കോടതിക്ക് സംശയമുണ്ട്. 40 കിലോ സ്വർണ്ണം അവിടുന്ന് കൊണ്ടുവന്ന് ഇവൻ അവിടുന്ന് മൊത്തവും അമ്പലത്തിലെ പഴയ വാളി മൊത്തം ഇളക്കിക്കൊണ്ട് പോയെന്ന് അന്നൊരു കരക്കമ്പി വന്നത്. കാരണം ഇതൊരു പ്രത്യേക കൂട്ടാവും, നമ്മൾ വിചാരിക്കാത്ത കൂട്ടാണ്, അതിന് കോടാനുകൂടി രൂപ കിട്ടും എന്നൊക്കെ പറയും. നമുക്കിതിൻ്റെ പഴയ ഈ ചില കൂട്ടുകളുണ്ടല്ലോ. അപ്പോൾ അന്നേ അതൊരാക്ഷേപം വന്നു, അതാരും മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ശബരിമലയുടെ ആക്ഷേപങ്ങളൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നില്ല. ഇപ്പം ഇതിനകത്ത് കോടതി ഇടപെട്ട് വ്യക്തത വരുത്തി, കൃത്യത വരുത്തി അതിനകത്ത് ഇടപെടണം. കോടതി അന്ന് ഇടപെട്ടപ്പോഴേ പറഞ്ഞ കാര്യങ്ങളും ഇന്ന ഇത്രയും പ്രതികളെ അവർക്കറിയാം. അപ്പോൾ അവരിതിനകത്ത് ചെന്ന് പരാതി കൊടുത്തവനും ഒരുപക്ഷെ കോടതിയിലെ ജഡ്ജിയെ രഹസ്യമായിട്ട്, ജഡ്ജിയായിട്ടൊക്കെ നമുക്ക് പറയാം, എൻ്റെ സുഹൃത്തൊരു ജഡ്ജി ഉണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അവനായിട്ട് പേഴ്സണലി പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആരോ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് കടൽ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം, ഗൂഢാലോചന അന്വേഷിക്കണം. അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കടൽ കടത്തിയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യം വന്നു. ഗൂഢാലോചന, അതായത് തന്ത്രിയും ദേവസ്വം ബോർഡും അതിൻ്റെ പുറത്തുള്ള മന്ത്രിയും അതിൻ്റെ പുറത്തുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബം നിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടില്ലയോ? ആണ് ഇവനെന്തിനും അവരുടെയൊക്കെ കൂടെ പോയി നിൽക്കും, ചുമ്മാ എന്തെങ്കിലും ഫോട്ടോ എടുക്കുമോ? എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൊരുത്തിനെ നിർത്തി ഫോട്ടോ എടുക്കത്തില്ല. ആർക്കെങ്കിലും ഒരാൾക്കൊരു ഗുണം വേണം, ഒന്നെങ്കിൽ നിൽക്കുന്നവന് ഗുണം വേണം, അല്ലെ അയാൾക്ക് ഗുണം വേണം. ഇതിപ്പോൾ സോണിയാഗാന്ധിയുടെ കൂടെ കുടുംബമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കണമെങ്കിൽ അതിനകത്ത് ഒരു ഗുണമുണ്ട്, ഒരു നിസ്സാര ഗുണമല്ല. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കറിയാം, UPA കാലത്ത് സോണിയാഗാന്ധിയുടെ ഗേറ്റ് വാച്ചർക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരുന്നല്ലോ മൊത്തം ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അറിയാമല്ലേ സാമ്പത്തിക നില, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ് നിയന്ത്രിക്കുന്നത് അവരാണ്. കാരണം ഇവന് വേണേൽ നിയന്ത്രിക്കാം, അപ്പോയിൻമെൻറ്റ് മേടിച്ചിട്ടുള്ളവനെ മാറ്റി നിർത്താൻ പറ്റും. കയറ്റി വിടുന്നതിൻ്റെ, അല്ലെങ്കിൽ കയറ്റി വിടുന്നവൻ കൊടുക്കത്തില്ലേ നമ്മൾ കൈമുടക്കും അത്. അപ്പോൾ എന്തുവാണെന്ന് ആലോചിച്ചോണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒരു കീശാന്തി, അല്ലെങ്കിൽ അടിച്ചളിക്കാരൻ ചെന്ന് അങ്ങ് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ കുടുംബമായിട്ട് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്? അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളക്കട മറ്റേ ഗോവർദ്ധൻ അവൻ്റെ പേരിലുണ്ട്. അപ്പം ഇതിനകത്തൊരു കാർട്ടലുണ്ട്.
അതിനകത്ത് ആ കാർട്ടലിനെ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് ഈ നമ്മൾ പറയത്തില്ലയോ അതിനകത്ത് പാർട്ടിയൊന്നുമില്ല, എല്ലാം വരുമായിരിക്കും, എല്ലാം വരും. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനകത്ത് അടങ്ങി അങ്ങിരിക്കുന്നത്. പപ്പൻ അവിടെ കിടന്ന് പുഴുത്തോട്ട് അതങ്ങ് തീർന്നോട്ടെന്ന് CPM വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇത് കൂടുതൽ ചകഞ്ഞ് വന്നാൽ ഈ നമ്മൾ പറയുന്നത് ആലപ്പുഴക്കാരൻ KC അന്ന് ദേവസ്വം മന്ത്രിയായിട്ട് പോറ്റി കയറിയ സമയത്ത് ദേവസ്വം മന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആലപ്പുഴക്കാരനൊരു ഉന്നതനുണ്ടെന്ന് KC വേണുഗോപാലിൻ്റെ പേര് പറയാതെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായികൾ പറഞ്ഞിട്ടുണ്ട്, ചാക്കിൽ കെട്ടിയ അത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മണിയെ ഒരു ക്ലീൻ ഇമേജ് വിട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് കോടതി പുറകിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെള്ളുന്നുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് എങ്ങനെയും തീർത്ത് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ കോടതി ഞാൻ കുറഞ്ഞ അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പൻ്റെ സ്വന്തം ജഡ്ജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കേസ് ഇങ്ങനെ ആയിരിക്കുന്നു. ഏതായാലും ED വരുന്നതോടുകൂടി ഇതിന് ശേഷം CBIയും വരും. മനസ്സിലായില്ലേ? നമ്മൾ വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇതിൻ്റെ അന്വേഷണം ഈ പറയുന്നത് എവിടെങ്കിലും വെച്ച് എത്ര കോടതി തള്ളിയാലും ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ ഇതിൻ്റെ പുറകിൽ CBI വരും. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, അത്രയും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സാറേ ഇതിനകത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ ഒരു കവർച്ചയുടെ പട്ടികയിൽ പെടുത്തേണ്ട ഒരു കാര്യമാണിത് ഈ ശബരിമല വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് പണ്ട് നമ്മുടെ ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ എവിടെയോ ഒക്കെ തട്ടിമുട്ടി പോകേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഗവർണർ പദവി വേണ്ട എല്ലാ മന്ത്രിമാരും പറയുന്നു. അതിനെതിരെ ഗവർണർക്കെതിരെ വലിയ സമര കോലാഹലങ്ങളാകുന്നു. ഈ ഇത്രയൊക്കെ പ്രശ്നം വന്നിട്ടും സർക്കാരിൽ നിന്നുള്ള ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ചില്ലറയല്ല. അത് പറയാതെ തന്നെ അറിയാം, നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം വരുമാനം, താല്പര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബരിമല എന്നിട്ട് പോലും ഇനി ഇവർ ഒരുപക്ഷെ ഒരു തന്ത്രി പദവി പോലും വേണ്ടാന്ന് പറഞ്ഞേക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഒരു തന്ത്രി ആരാണെന്നും തന്ത്രിയുടെ പൊതുവിലുള്ള കർമ്മങ്ങൾ എന്താണെന്നും ഒക്കെ അറിയാം നമുക്ക്. പക്ഷെ അവിടെ ഒരു തന്ത്രി സംശയത്തിനെല്ലാകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഈ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ലഭ്യപ്പെട്ടു പോവുകയാണ്. ഈ മനുഷ്യ മനസ്സുകളിൽ ഒരു ബഹുമാനവും സ്നേഹവും കൂടി ഇടകലർന്നുണ്ടാകുന്ന ഒരു പ്രത്യേകതരം മനോവികാരമാണ്, ഭാവമാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തൻ്റെ മുന്നിൽ എത്ര കൊടുത്താലും മതിയാകില്ല. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന ഒരാൾ എല്ലാവരും പ്രണയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഭക്തി അങ്ങനല്ലല്ലോ. ഭക്തി ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുള്ളൊരു ചിന്തയായിരിക്കും, മനോവികാരണം എനിക്കുണ്ടാകുന്നത്. അപ്പോൾ അത് ഭക്തിയുടെ മാത്രം ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനും സാറിനെയും നമ്മൾ ഭക്തരെല്ലാവരും കൂടി കൊണ്ടാടെ ഇറങ്ങുന്നത്. പക്ഷേ ഈ പൈസ കൊണ്ടുപോകുന്ന ആരാണ്? ഭക്തനും. ഭക്തിയില്ല എന്ന് ഈശ്വരഭക്തിയില്ല എന്ന് ചിന്തിക്കുന്നു എന്ന് ആണയിട്ട് പറയുന്ന ഒരു വിഭാഗം, അവരായിരിക്കും ആദ്യം അവിടെ പോകുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ മേൽ വിശ്വസിച്ച് 57 പോലും നമ്മുടെ തുടക്കം പോലെ നമ്മുടെ ഈ ഭരണം നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ എത്ര തവണ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകളാണ് വാസ്തവത്തിൽ. മാത്രമല്ല ഇതിനകത്ത് മാറി മാറി വന്ന സർക്കാരുകളുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പണ്ട് ഓർമ്മയുണ്ട് സാറേ, ഈ ഏറ്റുമാനൂരിൽ സ്റ്റീഫൻ ചാടി മതിൽ ചാടി കടന്ന് അപ്പോൾ കുട്ടിക്കാലം നമ്മൾ ആവേശത്തോടെ വായിക്കുകയാണ്. ഇത്രയും വലിയ കള്ളനാണെങ്കിലും വലിയൊരു ഒരു ആരാധന തോന്നിപ്പോയി സ്റ്റീഫനോട്. വലിയ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മതിൽ ചാടി കടന്ന് അവിടെ വിഗ്രഹം മോട്ടിച്ച് തിരിച്ചു കൊണ്ടുപോയി. അതിൽ ഒന്നാം പ്രതി സ്റ്റീഫൻ തന്നെയാണ്. കാരണം അയാളാണ് ഇതെല്ലാം കർമ്മങ്ങളും ചെയ്തത്. പക്ഷേ ഇവിടെ എടുത്തു കൊടുത്ത ഒരാളുണ്ടാവണമല്ലോ. ആ എടുത്തു കൊടുത്ത ആളില്ല. അപ്പോൾ ഒന്നാം പ്രതി ഇവിടെ വേറെ ആരുമാണ്. അപ്പോൾ ഇവിടെ ചുമ്മാതെ പോറ്റിയുടെ കയ്യിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വരില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു രാത്രി എന്നിട്ട് തുറന്നെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ മുതൽ ഇത് പ്രശ്നമുണ്ട് വാസ്തവത്തിൽ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോ കോൾഡ് കള്ളന്മാരെല്ലാം തന്നെ ഈ കള്ളൻ എന്നുള്ള പേരിനെ അർഹതയില്ല. അത് പദവി വെച്ച് ഒഴിഞ്ഞിട്ട് സറണ്ടറായിട്ട് ഇവരെ മുന്നിൽ പോയി തൊഴുത് വേറെ പരിപാടി പഠിച്ചിട്ട് ജീവിക്കാൻ നോക്കണം. കാരണം ഇല്ലെന്ന് വെച്ചാൽ ഇതെന്തുവായത്? അത് എത്ര ആസൂത്രിതമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം, വിശേഷിച്ചും രണ്ടാം സർക്കാർ വന്നതിന് ശേഷം ആദ്യഘട്ട സർക്കാരിൻ്റെ അവസാന ദിനങ്ങളിൽ ഉൾപ്പെടെ പൗരപ്രമുഖരുമായി പലവട്ടം ചർച്ച നടത്തി. കേരളയിൽ വന്നപ്പോൾ ഇല്ലാത്ത വന്നപ്പോൾ പൗരപ്രമുഖർ ഈ പറയുന്ന പലരും പൗരപ്രമുഖരായി അവതരിച്ചിട്ടുള്ളതാണ്. സാർ നോക്കിയാൽ മതി. അപ്പോൾ ഈ പൗരപ്രമുഖരാണ് അത് വളരെ ആസൂത്രിതമായി ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു ജീവിക്കാൻ പാടുപെടുന്ന, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മോഷ്ടിക്കുന്ന അവരെ ഒന്നും നമ്മൾ മോഷ്ടാക്കളെന്ന് തന്നെ വിളിച്ചുകൂടാ. നമ്മൾ നമ്മുടെ നാട്ടിൽ മോഷ്ടാക്കളെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാജ്യത്തെ ഭക്തൻ്റെ കാഴ്ചപ്പാടിനെ, ഭക്തിയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രമാണിമാരാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പിടിക്കപ്പെടുമെന്നുള്ളതിന് ഒരു ചിന്തയുമില്ല. കാരണം രണ്ട് എൻഡുകളിലേക്കും നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾക്ക് തൊടാൻ കഴിയില്ല. നമുക്ക് നോക്കാം. ED ഇപ്പം സ്ട്രോങ് റൂം പരിശോധിക്കുമ്പോഴും, തന്ത്രിയുടെ വീട് പരിശോധിക്കുമ്പോഴും, പ്രതികളുടെ പപ്പൻ്റെ വീട് പരിശോധിക്കുമ്പോഴും, സ്ട്രോങ് റൂമിലും ഈ തന്ത്രിയുടെ വീട്ടിലും പപ്പൻ്റെ വീട്ടിലും അല്ല അവരൊക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒളിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതെന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞത് അവിടെ പൈസ ഉണ്ടെന്നല്ല, അവിടുത്തെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അതിനകത്തുനിന്ന് സൂചന കിട്ടി ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കും. അതായത് വേണമെങ്കിൽ പറയാം സ്ട്രോങ് റൂമിൽ നിന്നും കോടികൾ കണ്ടെത്തി ED. ശരി.